ഇതിൻ്റെ ടെക്നിക്കൽ പെർഫോമൻസും എല്ലാവരുടെയും പെർഫോമൻസും അതുപോലെ തന്നെ RR ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളൊരു സന്തോഷമാണ്. ആരും കുറ്റം പറയുന്നില്ല, ഒരു കുറവ് പറയുന്നില്ല. അപ്പോൾ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സുരേഷ് ബാബുവിൻ്റെ ആണെങ്കിലും ഒരു ഗ്യാപ്പിന് ശേഷം വന്നൊരു പടമാണ്. പക്ഷേ ബ്യൂട്ടിഫുൾ ടേക്കിംഗ്, വളരെ നല്ല ടേക്കിങ്സാണ്. അപ്പം ആർക്കും ഒരു പോരായ്മ പറയാനൊന്നും പറയുന്നില്ല. ആഫ്റ്റർ ഓൾ ഇതൊരു ക്രൈം ത്രില്ലറാണ്. അതിലൊരു പെർട്ടിക്കുലർ വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് അതിനുണ്ടാവും. അപ്പോൾ അതുപോലും നമുക്ക് എന്താ പറയുക, ഒരു ബോറടിക്കാതെ അല്ലെങ്കിൽ ആ ഒരു മൊണോട്ടണി ഫീൽ ചെയ്യാതെ പടം മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ സസ്പെൻസ് എപ്പോഴും ഓഡിയൻസ് പറയായിരുന്നു, സസ്പെൻസ് എൻഡ് വരെ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫ്രെയിമിലൊക്കെ ആകുമ്പോഴാണ് ആരാണ് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി എന്നുള്ളൊരു സംഭവം വരുന്നത്. എല്ലാ ക്രൈം ത്രില്ലറിലും കാണും, ഒരു കുറ്റവാളിയും കാണും, ക്രൈം ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ മൊണോട്ടണി ഇല്ലാതെ എടുത്തു പോവുക അല്ലെങ്കിൽ അത് എൻ്റർടൈൻമെൻറ്റ് ആക്കുക എന്നുള്ള വലിയൊരു ദൗത്യം സുരേഷ് ബാബു ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറോ ആണെങ്കിലും ഹീറോയിൻ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു കാമിയാണ്, പക്ഷേ എങ്കിലും ഇതിനെ സഹകരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇനിയുള്ള പ്രോജക്റ്റുകളിലൊക്കെ ആയിരിക്കും ഞാനും സുരേഷ് ബാബുവും ഞാൻ ഹീറോ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ഫുൾ ആക്ഷൻ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ മാക്സിമം എൻകറേജ്മെൻറ്റ് ഉണ്ടാവും. കാണാത്തവർ ഈ സിനിമ കാണണം, കണ്ട് ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.